ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇറ്റ്സ് മീ ഷിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് സീസൺ 7 അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റായ ലക്ഷ്മി എന്ന കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരുന്നു. അപ്പം ബിഗ് ബോസ് ഹൗസിൽ തന്നെ നിന്നപ്പോൾ ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലക്ഷ്മിയുടെ ഒരു അഭിപ്രായം പുറത്ത് വളരെയധികം വിവാദം പോലെ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്തൊരു കാര്യമാണ്. അതേ ബിഗ് ബോസിലെ സീസൺ 7 തന്നെ കണ്ടസ്റ്റൻറ്റുകളായ ആദില നൂറ എന്ന ലെസ്ബിയൻ കപ്പിൾസിനെ പറ്റിയുള്ള ഒരഭിപ്രായം, ലക്ഷ്മിയുടെ അഭിപ്രായം ലക്ഷ്മി പറഞ്ഞത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ആ വീക്കെൻഡിൽ തന്നെ ലാലേട്ടൻ വന്നപ്പോഴും ലക്ഷ്മിയെ നിർത്തി പൊരിച്ച ഒരു അഭിപ്രായം കൂടിയായിരുന്നു ലക്ഷ്മിയുടേത്. അപ്പം അതായത് ആദില നൂറയെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ലാത്തവർ എന്ന് ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെ ലാലേട്ടൻ ആ ഒരു ആഴ്ചയിൽ തന്നെ വന്നപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പോഴും ലക്ഷ്മി താൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു, തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ കേട്ടില്ല എന്ന് തന്നെ ലക്ഷ്മി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലെങ്കിൽ അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ലക്ഷ്മി എവിക്റ്റായി എയർപോർട്ടിൽ വെച്ച് തന്നെ കുറച്ച് ഓൺലൈൻ മീഡിയാസൊക്കെ ലക്ഷ്മിയോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അതിലും മെയിൻ ഐറ്റം ഈ ആദില നൂറ വിഷയം തന്നെയായിരുന്നു. അപ്പോൾ അവർ അപ്പോഴും ചോദിക്കുന്നുണ്ട്, ആദിലയും നൂറയും വീട്ടിൽ വന്നാൽ അവരെ വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ലക്ഷ്മി ഇല്ല എന്ന് തന്നെയാണ് മറുപടി പറയുന്നത്. കാരണം ലക്ഷ്മിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ലക്ഷ്മി ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ ഒരു വ്യക്തിയോട് വളരെയധികം ബഹുമാനം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓരോരുത്തർക്കും ഓരോ നിലപാടുകളുണ്ടല്ലേ, ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പം ലക്ഷ്മിയെ സംബന്ധിച്ച് ലക്ഷ്മിക്ക് ആ ഒരു ലെസ്ബിയൻ കപ്പിൾസിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മിക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കാം, ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ വീട്ടുകാർക്കും. എന്നാൽ അത് ഉൾക്കൊള്ളുന്നവർ നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട്. അപ്പം കൊള്ളില്ല എന്നുള്ളവരുടെ അടുക്കയിൽ വീണ്ടും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ അവരെ ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവരെ നിങ്ങൾ വീട്ടിൽ കയറ്റിയേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് അവരോട് അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടൊരു നമുക്കവർ പറയാൻ പറ്റത്തില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ഈ പറയുന്ന എനിക്കും ചിലപ്പോൾ ആ ഒരു രീതിയോട് ഉണ്ടാകാതിരിക്കാം. അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അല്ലേ. നമുക്കിപ്പോൾ സൊസൈറ്റി നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ വളർന്നിട്ടുണ്ട്. ഇതുപോലെ ലെസ്ബിയൻസ് കപ്പിൾസിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഇവരെയൊക്കെ വളരെയധികം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. എങ്കിലും അതിനെതിരെ നിൽക്കുന്ന ആളുകളുമുണ്ട്. അപ്പം അതൊക്കെ അവരവരുടെ ഇഷ്ടം. നമ്മളതിൽ ചെന്ന് തലയിട്ട് വീണ്ടും പിന്നെയും ഈ പറഞ്ഞു പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായവും അവർ നല്ല കൃത്യവും വ്യക്തവുമായിട്ട് ആ ഹൗസിനുള്ളിൽ വെച്ച് തന്നെ അവർ പറഞ്ഞതാണ്. വീണ്ടും അവരെ വെളിയിലിറങ്ങി കഴിയുമ്പോൾ പിന്നെയും ഇത് തന്നെ ആവർത്തിച്ച് ചോദിച്ച് വെറുതെ എന്തിനാണ് അവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട്, അല്ലേ? അപ്പോൾ വെറുതെ ഈ പറഞ്ഞത് തന്നെ പിന്നെയും അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു ഇല്ല എന്ന ഒരു കേക്ക് മകനോടൊപ്പം കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ലക്ഷ്മിയുടെ ഒരു വീഡിയോയും ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അവരുടെ തീരുമാനം ഉറച്ചതാണ്, അല്ലേ. ഇപ്പം ലക്ഷ്മി കേട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിറയും ഇത് കഴിയുമ്പോഴേക്കും ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ലക്ഷ്മി ഇപ്പോൾ കേട്ടില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർ കയറ്റുമായിരിക്കും വീട്ടിൽ. ലക്ഷ്മിയുടെ അഭിപ്രായം പറഞ്ഞു. അതിനകത്ത് നമ്മൾ എന്തിനാണ് വെറുതെ വീണ്ടും അവരവരുടെ അഭിപ്രായം നല്ല കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും അവരെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്ത് നടക്കേണ്ട ആവശ്യം എന്തെങ്കിലും നമുക്കുണ്ടോ? ഇല്ല, അല്ലേ. അപ്പോൾ ഇതാണ് ഞാനപ്പം ലക്ഷ്മിയുടെ ആ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഓൺലൈൻ മാധ്യമക്കാരനോട് പറയുന്ന ആ ഒരു മറുപടിയുടെയും വീഡിയോയും കൂടി ഞാനിതിൻ്റെ കൂടെ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പിന്നെയും ചോദിക്കുന്നവർ വെറുതെ ചോദിച്ച് അപഹാസ്യരാകാം എന്നല്ലാതെ കണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് അതിൽ കാണാൻ പറ്റുന്നില്ല.